KSUമായുള്ള സ്വാരസ്യങ്ങളിൽക്കിടെ മുഖ്യമന്ത്രിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കോൺഗ്രസിൽ തർക്കം രൂക്ഷം. അലോഷിക്ക് പിന്തുണയുമായി സമൂഹ മാധ്യമങ്ങളിൽ ക്യാമ്പയിൻ നടക്കുമ്പോൾ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങളാണ്. തർക്കം തുടരുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസ് നേതൃത്വം. മുഖ്യമന്ത്രി മുഖം നൽകാതെ പോയപ്പോൾ KPCCയിലെ ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിൽ അലോഷ്യസ് സേവ്യറിനെ VM സുധീരൻ ചേർത്തു നിർത്തി. പറയേണ്ടത് പറഞ്ഞു. ശ്രീ അലോഷ്യസ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എവിടെ അലോഷ്യസ് സേവിയർ ഇവിടെ KSUവിനെ നയിക്കുന്നു. ആരുടെ മുമ്പിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം, അതാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ആർജവമായി തുടർന്നു പോവുക. ഇടയ്ക്ക് ചില പ്രയാസങ്ങളൊക്കെ വരും, അതൊന്നും അത്ര ഗൗരവമായി എടുക്കരുത്. മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തരുത്, അതിന് കാരണം പറയുകയാണ് K. ബാബു. ഒരു വക്കീലിന്റെ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം, അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വേറൊരു MP ശുപാർശ ചെയ്തതാണ്. ഷാഫി പറമ്പിലോ അതല്ലെങ്കിൽ എറണാകുളം MP അല്ല, മറ്റൊരു യുവ MP ശുപാർശ ചെയ്തതാണ്. ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുന്ന കാര്യമില്ല. പക്ഷെ KSUവിനകത്ത് ചേരിപ്പോര് നടക്കുകയാണ്. അലോഷ്യസ് സേവ്യറെ പിന്തുണച്ച് എറണാകുളം DCC ഓഫീസിന് മുന്നിൽ ബാനർ പ്രത്യക്ഷപ്പെട്ടു. KSUക്കാരെ തല്ലിച്ചതച്ചവരുടെ നിയമനത്തിൽ KSUവിന് കാര്യമുണ്ടെന്ന് വാചകം. രാത്രി സ്ഥാപിച്ച ബാനർ രാവിലെ മാറ്റി. പക്ഷേ എറണാകുളം KSU ജില്ലാ പ്രസിഡന്റ് അലോഷ്യസിനെ വിമർശിക്കുകയാണ്. പാർട്ടിക്കകത്ത് ഇന്ത്യയുള്ള ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കേണ്ടത് മുഴുവൻ മാധ്യമങ്ങളെയും ചേർത്ത് നിർത്തിയാണോ മുഖ്യമന്ത്രി എടുത്ത് സംസാരിക്കാൻ പോകേണ്ടത്? അപ്പോൾ ഇത് ചില അജണ്ടകളുടെ ഭാഗമായിട്ടാണ്. ചില മോഹഭംഗങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ, ചില മോഹഭംഗങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ചില വൈരാഗ്യത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ മനഃപൂർവ്വം കരിവാരിത്തേക്കുക. എന്നാൽ VD സതീശനെതിരായ വിമർശനം KSUവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റായ ഗോകുൽ ഗുരുവായൂർ ആവർത്തിച്ചു. നട്ടല് പണയം വയ്ക്കാത്ത KSUക്കാർ പ്രതികരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാതെ അലോഷ്യസ് സേവ്യർ ജാഗ്രതയോടെ മറുപടി പറഞ്ഞു. ഈ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ലാന്നേ. അതുകൊണ്ടാണല്ലോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്, പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തും. KSUക്കാരുടെ പ്രയാസങ്ങൾ, വിഷമതകൾ എല്ലാം പാർട്ടി കേൾക്കുമെന്ന് പറയുമ്പോൾ അതിനപ്പുറം ഒരു വരി കടന്ന് ഞാൻ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ലല്ലോ. ഫുട്ബോൾ മത്സരത്തിൽ പരസ്പരം ഗോളടിക്കും പോലെയാണ് കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോര്. സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം പാർട്ടി നിർജീവമാണെന്ന അഭിപ്രായം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട്. അവർ അതൃപ്തിയിലുമാണ്. KPCC നേതൃയോഗം വിളിക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. അസ്വാരസ്യങ്ങളും തർക്കങ്ങളും പരിഹരിക്കാൻ നേതൃയോഗമാണ് ഇനിയുള്ള പോംവഴി. സജീവ്കുമാറിനൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.